Okay, good morning everyone. നമ്മൾ ഇന്ന് കൺസ്ട്രക്ഷൻ മെറ്റീരിയലിന്റെ മൂന്നാമത്തെ മൊഡ്യൂളിലെ രണ്ടാമത്തെ സെക്ഷനാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ മെയിൻ ആയിട്ട് നമ്മൾ മേസൺറി എന്താണെന്നൊക്കെ കഴിഞ്ഞ ദിവസം പഠിച്ചായിരുന്നു. എന്താണ് മേസൺറി എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചായിരുന്നു. അപ്പോൾ അതിന്റെ കൂടെ തന്നെ ഞാൻ പറഞ്ഞായിരുന്നു നമ്മൾ മെറ്റീരിയൽ അനുസരിച്ച് പല രീതിയിൽ നമ്മൾ ഈ ഒരു മേസൺറിനെ ക്ലാസിഫൈ ചെയ്യാറുണ്ട് അല്ലേ. അപ്പം ഇതിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് സ്റ്റോൺ മേസൺറി, സ്റ്റോൺ മേസൺറി എന്താണ്, അതിന്റെ ക്ലാസിഫിക്കേഷൻ എന്താണെന്നാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഓക്കെ, അപ്പം ഏറ്റവും ആദ്യം തന്നെ എന്താണ് സ്റ്റോൺ മേസൺറി കഴിഞ്ഞ ദിവസം പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ അല്ലെ. അപ്പം നമ്മുടെ സെക്ഷനാണ് സ്റ്റോൺ മേസൺറി ആൻഡ് ക്ലാസിഫിക്കേഷൻ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. മൊഡ്യൂൾ 3 സെക്ഷൻ 2 ആണ്. ഓക്കെ, അപ്പൊ ഏറ്റവും ആദ്യം തന്നെ എന്താണ് സ്റ്റോൺ മേസൺറി, നമ്മൾ ആ യൂസ് ചെയ്യുന്ന മേസൺറിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ആ ഒരു ഇൻഡിവിജ്വൽ യൂണിറ്റ് സ്റ്റോൺസ് ആവുമ്പോഴാണ് നമ്മൾ എന്ത് പറയുന്നത്, ആ ഒരു മേസൺറിയെ സ്റ്റോൺ മേസൺറി എന്ന് പറയുന്നത്. അപ്പം ഈ മേസൺറി is a type of building masonry construction which uses stones and mortar. സ്റ്റോണും അതിന്റെ ബൈൻഡിങ് മെറ്റീരിയൽ ആയിട്ട് മോർട്ടാറും ഉപയോഗിക്കുന്ന ആ ഒരു തരത്തിലുള്ള കൺസ്ട്രക്ഷനെയാണ് നമ്മൾ സ്റ്റോൺ മേസൺറി എന്ന് പറയുന്നത്. അപ്പൊ ആ ഡെഫിനേഷൻ ഒന്ന് ഓർക്കുക. അതിന്റെ കൂടെ തന്നെ നമ്മൾ ഈ ഒരു സ്റ്റോൺ മേസൺറി ഉപയോഗിച്ച് നമ്മൾ എന്തൊക്കെയാണ് കൺസ്ട്രക്ട് ചെയ്യുന്ന ഒരു ബിൽഡിങ്ങിന്റെ എന്തൊക്കെ നമുക്ക് ഈ സ്റ്റോൺ മേസൺറി ഉപയോഗിച്ച് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുമെന്നാണ് അടുത്തത് പറയുന്നത്. ഇറ്റ് ഈസ് യൂസ് ഫോർ കൺസ്ട്രക്ഷൻ ഓഫ് ഫൗണ്ടേഷൻ, ഫ്ലോർസ്, റിറ്റൈനിങ് വാൾസ്, ആർച്ചസ്, വാൾസ് ആൻഡ് കോളം. ഇത്രയും സ്ട്രക്ചേഴ്സിന്റെ ഒക്കെ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് നമുക്ക് സ്റ്റോൺ മേസൺറി ഉപയോഗിക്കാം. അപ്പം ഫൗണ്ടേഷൻ നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലെ, നമ്മുടെ വീടിന്റെ അടിത്തറയൊക്കെ നമ്മൾ സ്റ്റോൺ മേസൺറി അല്ലെങ്കിൽ സ്റ്റോൺസ് ഉപയോഗിച്ച് കെട്ടാറില്ല, അതാണ് ഫൗണ്ടേഷൻ. രണ്ടാമതായിട്ട് ഫ്ലോർസ്, നിലമൊക്കെ കല്ലും കൊണ്ട് നമ്മൾ നെയ്യാറുണ്ട്. അങ്ങനെ ഏതൊക്കെ സ്ഥലത്ത് നമുക്ക് ഇത് ഉപയോഗിക്കാമെന്നാണ് ഈ പറയുന്നത്. പിന്നെ റീറ്റെയിനിങ് വാൾ, തിണ്ടൊക്കെ കെട്ടാൻ വേണ്ടി. ആർച്ച് കണ്ടിട്ടുണ്ടാവും നമ്മുടെ ചില വീടുകളിലൊക്കെ, ആർച്ചസിന്റെ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാം, ഈ ഒരു സ്റ്റോൺ മേസൺറി ഉപയോഗിക്കാം. പിന്നെ ഭിത്തി കെട്ടാൻ, പിന്നെ കോളംസ് വാർക്കാനും. ഓക്കെ, ഇനി അടുത്തത് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ്. ഇപ്പൊ സ്റ്റോൺ മേസൺറിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് ഏതൊക്കെയാണ് അറിയാലോ അല്ലെ, സ്റ്റോണും മോർട്ടാറും. അപ്പൊ ഇതിനകത്ത് സ്റ്റോൺസിന്റെ കുറച്ച് പ്രോപ്പർട്ടി, മോർട്ടാറിന്റെ പ്രോപ്പർട്ടിയും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. നമുക്കറിയാം ഈ സ്റ്റോൺ മേസൺറിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ഏതാണ്, സ്റ്റോണും മോർട്ടാറും പിന്നെ വാട്ടറും അല്ലെ. മോർട്ടാർ ഉപയോഗിക്കാൻ അല്ലെങ്കിൽ മോർട്ടാറിന്റെ കൂടെ തന്നെ നമ്മൾ വാട്ടറും ഉപയോഗിച്ച് അത് മിക്സ് ചെയ്തതിനു ശേഷമാണ് നമ്മൾ സ്റ്റോൺസിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെ. അപ്പം ആ ഉപയോഗിക്കുന്ന സ്റ്റോണിന്റെ നിങ്ങൾ പ്രോപ്പർട്ടീസ് ഓഫ് സ്റ്റോൺ, അതിന്റെ ക്ലാസിഫിക്കേഷൻ ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് ഈ മേസൺറിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന സ്റ്റോണിന്റെ പ്രത്യേകതകളാണ് ഇവിടെ പറയുന്നത്. ഇറ്റ് ഷുഡ് ബി ഹാർഡ്, ടഫ്, ഫ്രീ ഫ്രം ക്രാക്സ്, സാൻഡ് ഹോൾസ് ആൻഡ് കാവിറ്റീസ്. അപ്പം ഇത് പിന്നെയും എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതായിരിക്കും. നിങ്ങൾ സ്റ്റോൺസിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. നമുക്കിപ്പോൾ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന സ്റ്റോണിന്റെ പ്രോപ്പർട്ടീസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം അല്ലെ. ഇനി അടുത്തതായിട്ട് സെലക്ഷൻ ഡിപ്പെൻഡ്സ് ഓൺ ദി അവൈലബിലിറ്റി ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ദി സ്ട്രക്ചർ. അവൈലബിലിറ്റി, അതായത് നമുക്കിപ്പം നമ്മുടെ അടുത്ത സ്ഥലത്ത് എന്തെങ്കിലും ഒരു കല്ലുകൊണ്ട് കെട്ടണമെങ്കിൽ ഏത് തരത്തിലുള്ള സ്റ്റോൺസ് ആണ് നമുക്ക് ഏറ്റവും അവൈലബിൾ അല്ലെങ്കിൽ എക്കണോമിക്കലായിട്ട് നമുക്ക് ഏതാണ് അഫോർഡ് ചെയ്യാൻ പറ്റുക, ആ ക്വാളിറ്റീസ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ സ്റ്റോണിന്റെ സെലക്ഷൻ നമ്മൾ നിർണ്ണയിക്കുന്നത്. പിന്നെ അതിന്റെ കൂടെ തന്നെ കോമൺലി യൂസ്ഡ് സ്റ്റോൺസ്, ഈ ഒരു മേസൺറിക്ക് വേണ്ടി കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റോൺസ് ഏതൊക്കെയാണെന്നാണ് ഈ പറയുന്നത്. ലൈം സ്റ്റോൺ, സാൻഡ് സ്റ്റോൺ, ഗ്രാനൈറ്റ്, മാർബിൾ, ലാറ്ററൈറ്റ് എക്സെട്ര. ഓക്കെ, ഫ്ലോറിങ്ങിനൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു. ഓക്കെ, എനിക്ക് തോന്നുന്ന അഭിഷേകിന്റെ നെറ്റ്വർക്കിന്റെ ഇഷ്യൂ ആയിരിക്കും. എല്ലാവർക്കും കേൾക്കാണ്ടാവുന്നുണ്ടോ? ഇല്ലല്ലോ, കേൾക്കുന്നില്ല? ബാക്കി എല്ലാവർക്കും കേൾക്കുന്നുണ്ടല്ലോ. ഓക്കെ, നെറ്റ്വർക്കിന്റെ പ്രശ്നമായിരിക്കും. ഓക്കെ, ഇനി അടുത്തതായിട്ട് മോർട്ടാർ. മോർട്ടാർ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്റ്റോൺ മേസൺറിയിലെ ബൈൻഡിങ് മെറ്റീരിയൽ ആയിട്ടാണ് നമ്മൾ ഈ മോർട്ടാർ ഉപയോഗിക്കുന്നത്. അപ്പം സിമെന്റ് ഓർ ലൈം, ഒന്നെങ്കിൽ സിമെന്റ് മോർട്ടാർ ആയിരിക്കാം അല്ലെങ്കിൽ ലൈം മോർട്ടാർ ആയിരിക്കാം. ഇറ്റ് ഇസ് മിക്സ്ഡ് വിത്ത് സാൻഡ് ആൻഡ് ദി വാട്ടർ ഫോർ മോർട്ടാർ ഫോർ മേസൺറി. സിമെന്റും സാൻഡും വിത്ത് സിമെന്റ് അല്ലെങ്കിൽ ലൈം വിത്ത് സാൻഡ്, എന്നിട്ട് നമ്മൾ വാട്ടറും കൂടെ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് നിർമ്മിക്കുന്നത്, ഈ ഒരു മോർട്ടാർ ഉണ്ടാക്കുന്നത്. മിക്സ്ഡ് ഫോം യൂണിഫോം ഇൻ നേച്ചർ, അതായത് നമ്മൾ നേച്ചർ ആട്ടോ ഇത്, NATURE ആണ് കേട്ടോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. ഓക്കെ, അതായത് ഈ ഒരു മിക്സ് യൂണിഫോം ആയിരിക്കണം, ത്രൂ ഔട്ട് അതിന്റെ കോമ്പോസിഷൻ സെയിം ആയിരിക്കണം എന്നുള്ള ആ ഒരു രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ഒരു മെറ്റീരിയൽ നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ ആണോ? റിപ്പീറ്റ് ചെയ്യണോ? റിപ്പീറ്റ് ചെയ്യണോ? വേണ്ട. അടുത്തത് അപ്പം അതിനകത്ത് ഉപയോഗിക്കുന്ന മെറ്റീരിയൽ.
ഇനി അടുത്തതായിട്ട് ഇനിയാണ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് ഇപ്പോൾ തേർഡ് മൊഡ്യൂളിൽ നിന്ന് ഒരു ക്ലാസിഫിക്കേഷൻ ആയിട്ട് നമുക്ക് വരാൻ പോകുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ക്ലാസിഫിക്കേഷൻ ഓഫ് സ്റ്റോൺ മേസൺറി ഇൻ ഡീറ്റെയിൽ. നമുക്ക് 8 മാർക്കിനോ 15 മാർക്കിനോ ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോ കോളേജിലായതുകൊണ്ട് നെറ്റ്വർക്കിന് ചെറിയ ഇഷ്യൂ ഉണ്ട്, നിങ്ങൾക്ക് കേൾക്കേണ്ടൊക്കെ ആവുന്നുണ്ട്, നിങ്ങൾ എൻ്റെ അടുത്ത് പറയണം. ഓക്കെ, അപ്പൊ ക്ലാസിഫിക്കേഷൻ മെയിൻലി നമുക്ക് രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് വരുന്നില്ലല്ലോ, ഓക്കെ, മെയിൻലി നമുക്ക് രണ്ട് ക്ലാസ് ആയിട്ട് തിരിക്കാം, റബിൾ മേസൺറിയും അഷ്ലാർ മേസൺറിയും. അതിനകത്ത് റബിൾ മേസൺറി തന്നെ പിന്നെയും നമുക്ക് 7 രീതിയിൽ സബ് ഡിവൈഡ് ചെയ്യാം, അതേപോലെ തന്നെ അഷ്ലാറും നമുക്ക് ഡിവൈഡ് ചെയ്യാം. അപ്പം ഇതിനകത്ത് റബിൾ എങ്ങനെയാണ് അഷ്ലാർ എങ്ങനെയാണെന്ന് ആദ്യം നിങ്ങളൊന്ന് മനസ്സിലാക്കും. അപ്പം പേര് കേൾക്കുമ്പോൾ തന്നെ റബിൾ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് കുറച്ചും കൂടെ റഫ് ആയിരിക്കും, അല്ലെങ്കിൽ നമ്മൾ അതിനകത്ത് വലിയ വർക്ക്മാൻഷിപ്പോ ഉപയോഗിക്കുന്ന സ്റ്റോണിന്റെ ക്വാളിറ്റി എന്നൊക്കെ പറയുന്നത് വളരെ കുറവാണെങ്കിലാണ് നമ്മൾ ഏത് മേസൺറി ആയിട്ട് പറയുന്നത്, റബിൾ മേസൺറി ആയിട്ട് പറയുന്നത്. അതായത് നമ്മൾ മര്യാദക്ക് അത് ഷേപ്പ് ഒന്നും ചെയ്യുന്നില്ല, ഒരു സ്ക്വയർ രീതിയിലൊന്നും അല്ലാണ്ട് തന്നെ നമുക്ക് കിട്ടുന്നത്. നമ്മളിപ്പം നമ്മുടെ വീടിനൊക്കെ പ്ലിന്ത് അല്ലെങ്കിൽ നമുക്ക് അടിത്തറയിലൊക്കെ കെട്ടാൻ നേരത്തുള്ള സ്റ്റോൺ എന്ന് പറയുമ്പോൾ പല ഷേപ്പില് പല രൂപത്തിലൊക്കെ ഉള്ള സ്റ്റോൺസ് അല്ലേ ഉപയോഗിക്കുന്നത്. അപ്പം ആ രീതിയിൽ പ്രത്യേകിച്ച് നമ്മൾ അധികം ഡ്രസ്സിങ്ങും ഷേപ്പിംഗ് ഒന്നും കൊടുക്കാണ്ട് തന്നെ ക്വാറിയിൽ നിന്ന് ലഭിച്ച പോലെയൊക്കെ തന്നെ നമ്മൾ ആ സ്റ്റോൺസ് ഉപയോഗിക്കുകയാണെങ്കിൽ അതാണ് നമ്മൾ റബിൾ മേസൺറിക്കകത്ത് വരുന്നത്. അതേസമയം അഷ്ലാർ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റോൺസ് ഒക്കെ ഒന്ന് ചെത്തി മിനുക്കി നല്ല ഷേപ്പ് ഒക്കെ ആക്കി നല്ല മിനുസപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ, നമ്മളിപ്പോൾ ഫ്ലോറിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ ഈ ഭിത്തിയുടെ ഒക്കെ പുറത്തൂടെ ഒക്കെ ഒട്ടിക്കാനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന സ്റ്റോൺസ് എന്ന് പറയുമ്പോൾ എന്താണ്, അതിന്റെ സർഫസ് ഒക്കെ നല്ല മിനുസപ്പെടുത്തി അല്ലെങ്കിൽ നല്ല ഷേപ്പിലല്ലേ ഉപയോഗിക്കുന്നത്. അത്തരത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റോൺസ് അല്ലെങ്കിൽ നല്ല ഷേപ്പ് ചെയ്ത് അത്യാവശ്യം ഡ്രസ്സിംഗ് ഒക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ അതാണ് അഷ്ലാർ മേസൺറി. ഓക്കെ, അപ്പം റബിൾ മേസൺറി എന്താണ്, അഷ്ലാർ മേസൺറി എന്താണെന്ന് ഒന്ന് ചെറുതായിട്ട് നോക്കുക. ഇനി അതിന്റെ ഓരോ ക്ലാസിഫിക്കേഷൻ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പം അത്യാവശ്യം എല്ലാ കൊല്ലം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. അപ്പൊ ആദ്യം നമുക്ക് റബിൾ പഠിക്കാം. റബിളിനകത്ത് മെയിൻലി റാൻഡം റബിൾ മേസൺറി. റാൻഡം റബിൾ എന്ന് പറയുമ്പോഴത്തേക്കും സ്വതേ മോശമാണ്, അതിന്റെ കൂടെ കുറച്ചും കൂടെ റഫായിട്ടൊക്കെ തന്നെ ചെയ്യുന്നെങ്കിൽ അതിനാണ് നമ്മൾ റാൻഡം റബിൾ മേസൺറി എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് അൺകോസ്റ്റ് റബിൾ മേസൺറി. അൺകോസ്റ്റ്, അപ്പം റാൻഡം തന്നെ രണ്ട് രീതിയിൽ ചെയ്യാന്നാണ് ഈ പറയുന്നത്, കോസ്റ്റ് റബിളും അൺകോസ്റ്റ് റബിളും. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുന്നുണ്ട്, ആ സമയത്ത് പറഞ്ഞുതരാം കേട്ടോ. ഇനി അടുത്തത് ഡ്രൈ റബിൾ മേസൺറി, പോളിഗണൽ റബിൾ മേസൺറി, ഫ്ലിന്റ് റബിൾ മേസൺറി. ഓക്കെ, ഒന്നുകൂടെ പേര് കേൾക്കുക, റാൻഡം റബിൾ മേസൺറി, കോസ്റ്റ് റബിൾ മേസൺറി, അൺകോസ്റ്റ് റബിൾ മേസൺറി, ഡ്രൈ റബിൾ മേസൺറി, പോളിഗൺ, ഫ്ലിന്റ്. ഓക്കെ, കോഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ജസ്റ്റ് ഒന്ന് ഓർക്കുക, ഒരു നിര നമ്മളിപ്പം കട്ടയൊക്കെ കിട്ടുവാണെങ്കിൽ അതിനൊരു നിരയായിട്ട് ഇങ്ങനെ വെച്ചല്ലേ പോകുന്നത്. അങ്ങനെ നമ്മൾ മേസൺറിയിൽ ഉപയോഗിക്കുന്ന ഓരോ നിരക്കാണ് നമ്മൾ എന്ത് പറയുന്നത്, കോഴ്സ് എന്ന് പറയുന്നത്. അപ്പം റാൻഡം റബിൾ മേസൺറി എന്ന് പറയുമ്പോഴത്തേക്കും ഒരു പ്രത്യേകമായിട്ടൊരു ഓർഡർ ഒന്നുമില്ല. അപ്പം ഒരു നിശ്ചിത അളവ് എത്തിയതിനു ശേഷം നമ്മൾ ചിലപ്പോൾ ഒരു നിരയാക്കും. നമ്മളിപ്പം ഒരു റീറ്റെയിനിങ് വാളിന്റെ ഒക്കെ പല തട്ടുകളായിട്ട് നമ്മൾ ചെയ്യാറുണ്ടാവില്ലേ. അപ്പം ഒരു 30 സെന്റിമീറ്റർ ഒക്കെ കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അവിടെ ഒരു ലെയർ ഇങ്ങനെ ഏതാണ്ട് ഒന്ന് ലെവലാക്കും. അതിനുശേഷം അടുത്ത ലെയർ വെക്കുന്നു, അതും ഒരു നിശ്ചിത അളവ് കഴിയുമ്പോഴത്തേക്കും എന്താണ് ഒരു ലെയർ പോലെ വരുന്നുണ്ട് അല്ലെ, കണ്ടിട്ടുണ്ടാവും, ഒരു ചെറുതായിട്ട് ഒരു ഉള്ളിലേക്കൊക്കെ ഒന്ന് കയറ്റി ചെയ്യുന്നത്. അപ്പം റാൻഡം റബിളിൽ കോസ്റ്റും ഉണ്ട് അൺകോസ്റ്റും ഉണ്ട്. അങ്ങനെ ഒരു നിശ്ചിത ഇന്റർവെല്ലിൽ കഴിയുമ്പോഴത്തേക്ക് നമ്മളിങ്ങനെ ഓരോ തട്ടായിട്ട് തിരിക്കുന്നുണ്ടെങ്കിൽ, റാൻഡം റബിളിനെ തന്നെ തിരിക്കുന്നുണ്ടെങ്കിൽ അത് കോസ്റ്റ് റബിൾ മേസൺറി. അതേസമയം നമ്മൾ അങ്ങനെ തിരിക്കുന്നില്ല, ത്രൂ ഔട്ട് നമ്മളിപ്പോൾ ഒരു മതിലിന്റെ ഒക്കെ കെട്ട് കണ്ടിട്ടുണ്ടാവും അല്ലെ, ത്രൂ ഔട്ട് ഒരു ഒറ്റ സ്ട്രെച്ചിൽ തന്നെ നമ്മളിങ്ങനെ കെട്ടി പൊക്കുവാണ്, പ്രത്യേകമായിട്ടൊരു നേരെയായിട്ടൊന്നും ഡിവൈഡ് ചെയ്യുന്നില്ലെങ്കിൽ അതാണ് അൺകോസ്റ്റ് റബിൾ മേസൺറി. പിന്നെ ഡ്രൈ റബിൾ മേസൺറി എന്ന് ഡ്രൈ കേട്ടിട്ടുണ്ടാവും. ഓക്കെ, ഡ്രൈ എന്ന് പറയുമ്പോഴത്തേക്കും അതിനകത്ത് എന്തോ ഒരു സാധനം കുറയ്ക്കുവാണ് എന്ന് ഓർക്കുക. ഓക്കെ, അപ്പൊ ഡ്രൈ റബിൾ മേസൺറി എന്ന് പറയുമ്പോഴത്തേക്കും അതിനകത്ത് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നില്ല, മോർട്ടാർ ഉപയോഗിക്കുന്നില്ല, കല്ല് മാത്രമാണ് കിട്ടുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ ഡ്രൈ റബിൾ മേസൺറി എന്ന് പറയുന്നത്. മോർട്ടാർക്ക് ഉപയോഗിക്കേണ്ടത് നിങ്ങൾ കല്ല് കെട്ട് കണ്ടിട്ടുണ്ടാവും അല്ലെ, മതിലിന്റെ ഒക്കെ കെട്ടില് നമ്മൾ കല്ല് ഉപയോഗിക്കുന്നുണ്ടോ, ഇല്ല. അതുപോലെ പോളിഗണൽ റബിൾ മേസൺറി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു റോക്കിന്റെ അല്ലെങ്കിൽ ആ ഒരു സ്റ്റോണിന്റെ സൈസ് പല പോളിഗണം പോലെയാണെങ്കിൽ അതിനാണ് നമ്മൾ പോളിഗണൽ റബിൾ മേസൺറി എന്ന് പറയുന്നത്. നമ്മളിപ്പോ പല ഷേപ്പിലായിട്ട് നമ്മൾ ഈ സ്റ്റോൺ മേസൺറി പുറത്ത് പരിക്കുന്ന വെച്ചിട്ട് ഇങ്ങനെ കല്ല് പോലെ നമ്മൾ അടയാളപ്പെടുത്താറ് കണ്ടിട്ടുണ്ടോ, ഒരു ഷേപ്പിന് വേണ്ടിയിട്ട് കല്ല് പോലെ ഇങ്ങനെ നമ്മൾ തേച്ച ഭാഗത്ത് നമ്മൾ ഇങ്ങനെ വരയായിട്ട് കിട്ടുന്നില്ലേ, അതേപോലെ പോളിഗണൽ റബിൾ മേസൺറി ആ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു കുറച്ചും കൂടെ ഒരു കാഴ്ചയ്ക്ക് നല്ല രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് പോളിഗണൽ റബിൾ മേസൺറി. ഇനി അവസാനം ഫ്ലിന്റ് റബിൾ മേസൺറി, നമ്മൾ കല്ല് പതിപ്പിക്കുന്നത് തിണ്ടിലോ ഭിത്തിയിലൊക്കെ നമ്മൾ കല്ല് പതിപ്പിക്കുന്ന കണ്ടിട്ടുണ്ടാവും, ഇങ്ങനെ അക്വേറിയത്തിൽ നിന്ന് കിട്ടിയ ഉരുളൻ കല്ലുകൾ നമ്മൾ ഇങ്ങനെ പതിപ്പിച്ച് വെക്കുന്നില്ലേ, അതിനാണ് നമ്മൾ ഫ്ലിന്റ് റബിൾ മേസൺറി എന്ന് പറയുന്നത്. പ്രോസസ് ഓഫ് വി ആർ പതിപ്പിക്കലിംഗ് ദി കല്ലുകൾ. ഓക്കെ,
നല്ല രീതിയിൽ തന്നെ അതിന്റെ എക്സ്പ്ലനേഷൻ എഴുതണം. ഞാൻ പറഞ്ഞുതരാം. മലയാളത്തിൽ ഒന്ന് മനസ്സിലാക്കുക, ഇംഗ്ലീഷിലെ ഡെഫിനേഷൻ ഞാൻ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. അടുത്തത് അഷ്ലാർ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, നമ്മൾ കുറച്ചും കൂടെ റഫ് ആയിട്ടൊക്കെ കുറച്ചും കൂടെ സ്മൂത്ത് ആയിട്ടൊക്കെ നമ്മൾ സർഫസ് ഒക്കെ ഒന്ന് മിനുസപ്പെടുത്തുന്നുണ്ട്. അഷ്ലാർ ബ്ലോക്ക് ഇൻ കോഴ്സ്, അഷ്ലാർ ചാംഫേർഡ്, അഷ്ലാർ റഫ് ടൂൾഡ്, അഷ്ലാർ റോക്ക് ഓർ കോറിഫേസ്. നമുക്കപ്പം ഞാൻ ഓരോന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഡബിൾ ലോഡ് ബെയറിംഗ് ഡ്രൈ റബിൾ ലോഡ് ബെയറിങ്ങിന് ഉപയോഗിക്കുമോ? ഇല്ല. ലോഡ് ബെയറിംഗ് നമ്മൾ കൂടുതലും ആ ഒരു മെറ്റീരിയലിന്റെ സ്ട്രക്ചർ ഉപയോഗിച്ചിട്ടാണ്. ലോഡ് ബെയറിംഗ് അല്ല, ഇതൊരു റീറ്റെയിനിങ് പോലെ നമുക്ക് അധികം അൺഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വർക്കിന്റെ ഒക്കെ കേസിൽ മാത്രമേ നമ്മൾ ഏത് ഉപയോഗിക്കുള്ളൂ, ഡ്രൈ റബിൾ മേസൺറി ഉപയോഗിക്കുള്ളൂ. പ്രത്യേകിച്ചുമായിട്ട് ഒരു ലാറ്ററൽ ലോഡ് അല്ലെങ്കിൽ ആ എർത്ത് പ്രഷർ ഒക്കെ അധികം ഇല്ലാത്ത കേസ്, അല്ലെങ്കിൽ ഒരുപാട് ഹൈറ്റിലേക്കൊന്നും വേണ്ടാത്ത കേസിൽ മാത്രമേ നമ്മൾ ഡ്രൈ റബിൾ മേസൺറി ഉപയോഗിക്കുള്ളൂ. ഓക്കെ, അതിനകത്ത് മോട്ടാർ ഉപയോഗിക്കുന്നില്ല. അതിനകത്ത് വരുന്ന ഗ്യാപ്പ് ഒക്കെ നമ്മൾ കല്ലുകൾ ഉപയോഗിച്ച് തന്നെയാണ് ഫിക്സ് ചെയ്യുന്നത് എന്ന് ഓർക്കുക. ഓക്കെ, അൺസ്റ്റേബിൾ ഒന്നുമല്ല, സ്റ്റെബിലിറ്റി ഉണ്ട്. കാരണം നമ്മൾ ആ ഒരു ഗ്യാപ്പ് ഒക്കെ നമ്മൾ എന്താണ് ചീളുകൾ ഉപയോഗിച്ച് നമ്മൾ ഫില്ല് ചെയ്യുന്നില്ലേ. അപ്പൊ സ്റ്റേബിൾ ഒക്കെ തന്നെയാണ്, പക്ഷെ അതിങ്ങനെയാണ് ചെയ്യുന്നത് മാത്രം. ഓക്കെ, അടുത്തത് നമുക്ക് ഓരോന്നായിട്ടൊന്ന് നോക്കാം. ആദ്യത്തെ റബിൾ മേസൺറി. അപ്പം റബിൾ മേസൺറി എന്താണ്, അതിന്റെ ഡെഫിനേഷൻ ആദ്യം നോക്കാം. ഓക്കെ, this is a stone masonry type where stones employed are either undressed or roughly dressed. ഞാൻ പറഞ്ഞത് പ്രത്യേകമായിട്ട് നമ്മളൊന്ന് ചെത്തി മിനുക്കി അല്ലെങ്കിൽ ആ ഒരു ഷേപ്പ് ഒന്നും ചെയ്യാണ്ട് തന്നെ നമ്മൾ സ്റ്റോൺസ് കിട്ടിയ പോലെ തന്നെ കോറിയിൽ നിന്ന് ലഭിച്ച പോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അതിനാണ് നമ്മൾ റബിൾ മേസൺറി എന്ന് പറയുന്നത്. അതാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത്. The masonry construction do not have a uniform thickness. അതിന്റെ തിക്നെസ് എന്ന് പറയുന്നത് നമ്മൾ പലതരത്തിലും പല കട്ടിയിലുമുള്ള അല്ലെങ്കിൽ പല വണ്ണത്തിലുള്ള സ്റ്റോൺസ് അല്ല ഉപയോഗിക്കുന്നത്. അപ്പൊ അതിന്റെ തിക്നെസ് എന്ന് പറയുന്നത് യൂണിഫോം ആയിരിക്കണമെന്നില്ല. ദി സ്ട്രെങ്ത് ഓഫ് ദി റബിൾ മേസൺറി ഡിപ്പെൻഡ് ഓൺ, അതിന്റെ സ്ട്രെങ്ത് ഡിപ്പെൻഡ് ചെയ്യുന്ന നമ്മൾ ഉപയോഗിക്കുന്ന മോർട്ടാറിന്റെ സ്ട്രെങ്ത് പോലെയും പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു സ്റ്റോണിന്റെ പ്രോപ്പർട്ടി, അതായത് ലോങ് ടഫ് ആയിട്ട് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ബെയറിംഗ് ഒക്കെ വരുന്ന തരത്തിലുള്ള സ്റ്റോൺ ആണ് ഉപയോഗിക്കുന്നത്. അതിന് കുറച്ചും കൂടെ സ്ട്രെങ്ത് ഉണ്ടാവും. പിന്നെ പ്രോപ്പർ ഫില്ലിംഗ് ഓഫ് ദി മോർട്ടാർ ബിറ്റ്വീൻ ദി ജോയിന്റ്സ്, അതായത് ഈ ഒരു ഗ്യാപ്പുകളിലൊക്കെ നമ്മൾ മോർട്ടാർ വെച്ച് നല്ല രീതിയിലൊക്കെ ഫില്ല് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ സ്ട്രോങ് ആയിരിക്കും. അപ്പൊ ജസ്റ്റ് നിങ്ങൾ റബിൾ മേസൺറി എന്താണ് എന്ന് മാത്രം ഒന്ന് മനസ്സിലാക്കുക. മനസ്സിലായാലും നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റോണിന്റെ ക്വാളിറ്റി അത് അധികം എന്താണ് സ്ട്രോങ് അല്ല, അല്ലെങ്കിൽ അതിനകത്ത് നമ്മൾ അധികം മിനുസപ്പെടുത്തുക അല്ലെങ്കിൽ അത് കട്ടിങ്ങോ അധികം അങ്ങനത്തെ ഷേപ്പ് ഒന്നും ചെയ്യാണ്ട് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അതിനാണ് നമ്മൾ റബിൾ മേസൺറി എന്ന് പറയുന്നത്. അപ്പം ഇതിന്റെ ആദ്യത്തെ ടൈപ്പ് ആണ് അൺക്ലോസ്ഡ് റബിൾ മേസൺറി. നമ്മൾ പ്രത്യേകമായി നിരയായിട്ടൊന്നും തിരിക്കുന്നില്ല, ത്രൂ ഔട്ട് നമ്മൾ ഒറ്റ സ്ട്രെച്ചിൽ തന്നെ അങ്ങ് കെട്ടിപ്പോവുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ അൺക്ലോസ്ഡ് റബിൾ മേസൺറി എന്ന് പറയുന്നത്. അപ്പൊ ആ പേരൊന്ന് ഓർക്കുക. ഇതാണ് ആദ്യത്തെ റബിൾ മേസൺറിന്റെ ടൈപ്പ്. ഓക്കെ, ആൻഡ് അൺക്ലോസ്ഡ് റബിൾ മേസൺറി ഇസ് ദി ചീപ്പസ്റ്റ് ആൻഡ് റഫസ്റ്റ്, ഏറ്റവും പരുക്കനായിട്ടും ഏറ്റവും ലാഭമായിട്ട് നമ്മൾ ചെയ്യുന്ന ഈ ഒരു റബിൾ മേസൺറിന്റെ ടൈപ്പാണ് അൺക്ലോസ്ഡ് റബിൾ മേസൺറി ഫോം ഓഫ് ദി സ്റ്റോൺ മേസൺറി കൺസ്ട്രക്ഷൻ. ദി കൺസ്ട്രക്ഷൻ യൂസ് സ്റ്റോൺസ് ഓഫ് വേരിയഡ് ഷേപ്പ് ആൻഡ് സൈസ്. പല ഷേപ്പിലും പല സൈസിലുമുള്ള സ്റ്റോൺസ് ഇതിനകത്ത് നമുക്ക് ഉപയോഗിക്കാം. കാരണം നമ്മൾ പ്രത്യേകമായിട്ട് ഷേപ്പിംഗ് ഒന്നും ചെയ്യുന്നില്ല, സ്മൂത്തനിങ്ങും ചെയ്യുന്നില്ല. ദി സ്റ്റോൺസ് ആർ ഡയറക്ട്ലി ടേക്കൺ ഫ്രം ദി ക്വാറി ആസ് അൺഡ്രസ്ഡ് സ്റ്റോൺ ബ്ലോക്സ്. നമുക്ക് ക്വാറിയിൽ നിന്ന് ലഭിച്ച സ്റ്റോൺ അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു കല്ലുകെട്ടിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നു. ഓക്കെ, നിങ്ങൾ പോയിന്റുകളായിട്ടൊന്ന് ഓർത്താൽ മതി. ഇങ്ങനത്തെ ഓരോ പോയിന്റുകളായിട്ട് നിങ്ങൾ അൺക്ലോസ്ഡ് റബിൾ മേസൺറി എന്ന് പറഞ്ഞ് ഹെഡിങ് എഴുതുക. എന്നിട്ട് ഓരോ പോയിന്റുകളാക്കി നല്ല മനോഹരമായിട്ട് തന്നെ നമുക്കത് ആൻസർ പ്രസന്റ് ചെയ്യാൻ സാധിക്കും. ദി കോഴ്സ് ഇസ് നോട്ട് മെയിൻറ്റെയിൻ റെഗുലർലി അറ്റ് ദിസ് മെത്തേഡ് ഓഫ് കൺസ്ട്രക്ഷൻ. ഞാൻ പറഞ്ഞായിരുന്നു പ്രത്യേകമായി നിരയായിട്ടൊന്നും അത് തിരിക്കുന്നില്ല, ത്രൂ ഔട്ട് നമുക്ക് അത് അങ്ങനെ തന്നെ കെട്ടിപ്പോവാം. ഇനിഷ്യലി ലാർജർ സ്റ്റോൺസ് ആർ ലീഡ്, അതായത് ഏറ്റവും ബോട്ടത്തിൽ നമ്മൾ കുറച്ച് വലിയ സ്റ്റോൺസ് ആണ് ഉപയോഗിക്കുന്നത്. മേലേക്ക് ചെല്ലുന്തോറും ആയിരിക്കും ലൈറ്റർ സ്റ്റോൺസ് ഉപയോഗിക്കുന്നത്. ദി സ്പേസസ് ബിറ്റ്വീൻ ദി ജോയിന്റ്സ് ആണ് ആർ ഫിൽഡ് വിത്ത് സ്പാൾസ് ഓർ സ്നീക്സ്, അതായത് ചെറിയ കല്ലുകൾ ഉപയോഗിച്ച് നമ്മൾ ജോയിന്റ്സ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഫില്ല് ചെയ്യുന്നു. ഈ ഒരു അൺക്ലോസ്ഡ് തന്നെ രണ്ട് രീതിയിൽ നമുക്ക് ക്ലാസ് ചെയ്യാം. ഓക്കെ, ഇത്രയും പോയിന്റ്സ് ഒന്ന് മനസ്സിലാക്കുക, നോട്ട് ചെയ്യുക. ഇനി നമുക്ക് റാൻഡം റബിൾ മേസൺറിനെ അൺക്ലോസ്ഡ് റബിൾ മേസൺറിനെ രണ്ട് രീതിയിൽ തന്നെ ക്ലാസ് ചെയ്യാം. റാൻഡം റബിൾ മേസൺറിയും സ്ക്വയർ റബിൾ മേസൺറിയും. ഓക്കെ ആണോ? പോയിന്റ്സ് ആക്കി തന്നെ ഒന്ന് ഓർത്താൽ മതി, സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, റെഡി അല്ലേ? ഓക്കെ, ഇത് അതിൻ്റെ നമുക്കൊരു ഡയഗ്രാമാറ്റിക് റെപ്രസെന്റേഷൻ ആണ്. സിമ്പിൾ ആയിട്ട് നമുക്ക് കുറെ കല്ലുകൾ ഇങ്ങനെ പതിപ്പിച്ച് വെച്ചിരിക്കും. അപ്പം അതൊന്ന് നിങ്ങളൊന്ന് വരയ്ക്കും കൂടെ ചെയ്യാം. പ്രത്യേകമായിട്ടൊരു കോഴ്സ് ആയിട്ടൊന്നും തിരിക്കുന്നില്ല, ത്രൂ ഔട്ട് ഒറ്റ സ്ട്രെച്ചിൽ തന്നെയാണ് കൊടുക്കുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ
അൺകോസ്റ്റ് റബിൾ മേസൺറി എന്ന് പറയുന്നത്. പ്രത്യേകമായിട്ട് ഇവിടെ നിരയായിട്ടൊക്കെ നിങ്ങൾക്ക് തിരിക്കാൻ പറ്റുമോ ഇങ്ങനെ? നമുക്കിങ്ങനെ പ്രത്യേകമായിട്ട് ഇവിടെ നിരയായിട്ടൊന്നും കാണുന്നില്ലല്ലോ. അതുകൊണ്ട് പ്രത്യേകമായിട്ട് ഇവിടെ ഒരു നിരയൊന്നും ആയിട്ട് കാണാത്തത് കൊണ്ടാണ് ഇതിനെ നമ്മൾ എന്ത് പറയുന്നത്? അൺകോസ്റ്റ് റബിൾ മേസൺറി എന്ന് പറയുന്നത്. ഇനി അടുത്തത് കോസ്റ്റ് റബിൾ മേസൺറി. ഇവിടെ നിങ്ങൾക്ക് ആ പ്രത്യേകത കാണാം. ഒരു നിശ്ചിത അളവ് എത്തി കഴിയുമ്പോഴത്തേക്ക് എന്താണ് സംഭവിക്കുന്നത്? അവിടെ ഓരോ നിരയായിട്ട് ഇതിനെ തിരിക്കുന്നുണ്ട്. കണ്ടില്ലേ? ഇവിടെ ഒരു ഇത്രയും ഭാഗം കഴിയുമ്പോഴത്തേക്കും ഒരു നിര, ഇതേപോലെ പല പല നിരയായിട്ട് ഇവിടെ നമുക്ക് തിരിക്കാൻ പറ്റും. ഒരു നിശ്ചിത ഇന്റർവെൽ കഴിയുമ്പോഴത്തേക്കും നമ്മൾ അവിടെ എന്ത് ചെയ്യണം? ഒരു ലെയർ ആയിട്ട് അത് കീപ്പ് ചെയ്യണം. അതിന്റെ മേലെ ആയിരിക്കും അടുത്ത ലെയർ വരുന്നത്. ഇങ്ങനെ തട്ടായിട്ടാണ് നമ്മൾ സ്റ്റോൺ മേസൺറി കൺസ്ട്രക്ഷൻ നടത്തുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോസ്റ്റ് റബിൾ മേസൺറി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം in coast rubble masonry construction, the stones in a particular course are in equal heights. അതായത് ഒരു നിശ്ചിത ഹൈറ്റ് എത്തി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഒരു നിരയായിട്ട് അതിനെ ആ ത്രൂ ഔട്ട് ആ ഹൈറ്റിൽ തന്നെ ഒരു നിര കെട്ടുന്നു. അതിന് മേലെ അടുത്തതായിട്ട് the stones hence uses different sizes. Hence in this type all courses do not have the same height. ജസ്റ്റ് നോക്കിയാൽ മതി, ഒരു നിരയിൽ നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റോൺസിനെല്ലാം ഏതാണ്ട് ഒരേ ഹൈറ്റ് തന്നെ വരും. പല നിരയിൽ കൊടുക്കുന്ന കല്ലുകൾക്ക് ഒരേ ഹൈറ്റ് ഉണ്ടാവണമെന്നില്ല. അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു നിര കഴിഞ്ഞ് അടുത്ത നിര വരുന്നത് ഒരേ ഹൈറ്റ് ആവണമെന്നില്ല. നമുക്കിപ്പം ഏതാണ്ട് ഒരു സൈസുള്ള കുറെ കല്ലുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ഒരു നിരയായിട്ട് വെക്കുന്നു. അതിന്റെ മേലെ അടുത്ത ലെയർ ഓഫ് സിമിലർ സൈസ്. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത് ദി സ്റ്റോൺസ് ഹെൻസ് യൂസ്ഡ് പോസസ് ഡിഫറെന്റ് സൈസ്. ഇതിനകത്ത് ഉപയോഗിക്കുന്ന സൈസ് ആയിരിക്കാം. All courses do not have the same height. എല്ലാ നിരക്കും ഒരേ ഹൈറ്റ് ആവണമെന്നില്ല. Okay. This type is commonly employed in the construction of public buildings, abutments, residential building, piers of ordinary bridges. അതായത് ഇത് ഉപയോഗിക്കുന്നത് ഏതൊക്കെ കേസിലാണ്? പബ്ലിക് ബിൽഡിംഗ്, പൊതു കെട്ടിടങ്ങൾ, അതിന് വേണ്ടിയിട്ടൊക്കെ നമുക്ക് അത് ഉപയോഗിക്കാം. അബട്ട്മെന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഈ ബ്രിഡ്ജ് ഒക്കെ കൺസ്ട്രക്ട് ചെയ്യാൻ നേരത്ത് അതിന്റെ ആ ഒരു ഏറ്റവും എൻഡിൽ കൊടുക്കുന്ന ആ ഒരു തൂണ് കണ്ടിട്ടുണ്ടാവും. ഓക്കെ, അപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് ആ ഒരു അപ്രോച്ചിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ ഈ കരയും പുഴയും തമ്മിൽ വേർതിരിക്കുന്ന ആ ഒരു ഭാഗത്ത് കൊടുക്കുന്ന ആ ഒരു പില്ലർ, അതിനെയാണ് നമ്മൾ അപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. റെസിഡൻഷ്യൽ ബിൽഡിങ്ങിന്റെ കേസിലും പിയേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ പില്ലറിൽ തന്നെ, ബ്രിഡ്ജസിലൊക്കെ തന്നെ നമ്മൾ ഈ പുഴയിലൊക്കെ ആയിട്ട് കൊടുക്കുന്നില്ലേ, അതിനാണ് പിയർ എന്ന് പറയുന്നത്. ഇന്റർമീഡിയറ്റ് ആയിട്ട് ഇങ്ങനെ പിയേഴ്സും രണ്ട് എൻഡിൽ രണ്ട് അപ്പാർട്ട്മെന്റും ആയിട്ടൊന്ന് ഓർക്കാം. നമുക്ക് സ്ട്രക്ചേഴ്സിലേക്ക് പോകുമ്പോഴത്തേക്ക് നമുക്ക് പഠിക്കാം. അപ്പൊ ജസ്റ്റ് ആ ഒരു എവിടേക്കാണ് ഇത് ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലാക്കുക. കോസ്റ്റ് റബിൾ മേസൺറി പല നിര എത്തി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഒരു നിര കംപ്ലീറ്റ് അങ്ങനെ ആ ഒരു ഹൈറ്റിൽ തന്നെ വെക്കുന്നു. അടുത്ത ഹൈറ്റിൽ നമുക്ക് അടുത്ത നിര കിട്ടുന്നു. അതിനാണ് നമ്മൾ കോസ്റ്റ് റബിൾ മേസൺറി എന്ന് പറയുന്നത്. ഇനി അടുത്തത് അൺകോസ്റ്റ് റബിൾ മേസൺറി അല്ലെങ്കിൽ അൺകോസ്റ്റ് റാൻഡം റബിൾ മേസൺറി. ഓക്കെ, അപ്പം ഇതാണ് ഉള്ളതിൽ ഏറ്റവും ലാഭവും ഏറ്റവും മോശമായിട്ട് നമ്മൾ ചെയ്യുന്ന ആ ഒരു റാൻഡം റബിൾ മേസൺറി. ഓക്കെ, റാൻഡം റബിൾ എന്ന് പറയുമ്പോൾ തന്നെ എന്താണ് പ്രത്യേകമായിട്ട് ലെയർ ആയിട്ടൊന്നും തിരിക്കുന്നില്ല, ത്രൂ ഔട്ട് അത് പോവാണ്. അത് തന്നെ ഈ റാൻഡമിൽ തന്നെ നമുക്ക് നിരയായിട്ടും ചെയ്യാം, അല്ലാണ്ട് ചെയ്യുന്നുണ്ട്. ഇത് നിരയാവാണ്ട് ചെയ്യുന്നു, പ്രത്യേകമായിട്ട് നിരയായിട്ടൊന്നും നമ്മൾ ഡിവൈഡ് ചെയ്യുന്നില്ല, കോഴ്സസ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നില്ല എങ്കിൽ പറയുന്നതാണ്. ഓക്കെ, നിങ്ങളുടെ റേഞ്ച് ആവണം. എല്ലാവർക്കും വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറയണം കേട്ടോ. എല്ലാവർക്കും വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പം ഇത് അൺകോസ്റ്റ് റാൻഡം റബിൾ മേസൺറി in this type of weak corners and edges of stones are removed with the help of mason's hammer. അതായത് ഏറ്റവും വീക്ക് ആയിട്ട് വല്ലാണ്ട് പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന ചെറുതായിട്ടുണ്ട് അല്ലേ. ഓക്കെ, ഇവിടുത്തെ നെറ്റിന്റെ പ്രശ്നമായിരിക്കും, സഹകരിക്കുക. നോക്കാം. 4G ഒക്കെ കാണിക്കുന്നുണ്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നോക്കുക. അൺകോസ്റ്റ് റബിൾ മേസൺറി എന്ന് പറയുമ്പോഴത്തേക്കും വീക്ക് കോർണേഴ്സ് കാര്യങ്ങൾ, അതായത് വളരെ വീക്കായിട്ട് നിൽക്കുന്ന പ്രൊജക്ട് ചെയ്തിരിക്കുന്ന ഭാഗങ്ങൾ മാത്രം നമ്മൾ റിമൂവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, കുഴപ്പമില്ല. അടുത്തത് at the coins and jambs biggest stones are employed in order to increase the strength of beam. അതായത് നമ്മൾ ഈ കോർണേഴ്സിലൊക്കെ എത്തുക കഴിയുമ്പോഴത്തേക്കും അവിടെ കുറച്ചും കൂടെ വലിയ സ്റ്റോൺസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ബാക്കിയുള്ള ഭാഗത്തിനേക്കാളും കുറച്ചും കൂടെ സ്റ്റേബിൾ അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ടതല്ല. ഈ മൂലകൾ ആ ഒരു ഭാഗത്ത് നമ്മൾ കുറച്ചും കൂടെ ഹെവി ആയിട്ട് അല്ലെങ്കിൽ വലിയ സ്റ്റോൺസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം ഇതതിന്റെ ഒരു പ്ലാനും എലിവേഷനും ആണ് കാണിച്ചിരിക്കുന്നത്. നമ്മൾ കല്ലുകൊണ്ട് ഉപയോഗിക്കുന്ന കെട്ടാണ്. അപ്പം ഇതിന്റെ ഈ ഒരു പോർഷനെയാണ് നമ്മൾ കോയിൻ ആയിട്ട് പറയുന്നത്, കോർണർ ആയിട്ട് ഓർത്താൽ മതി. അപ്പം ഈ ഒരു ഭാഗത്ത് ഉപയോഗിക്കുന്ന സ്റ്റോൺസ് എന്ന് പറയുമ്പോഴത്തേക്കും കുറച്ചും കൂടെ ഹെവി ആയിട്ടുള്ള
അല്ലെങ്കിൽ കുറച്ചും കൂടി വലിയ സ്റ്റോൺസ് ആയിരിക്കും നമ്മൾ ഈ കോർണർ ഭാഗത്ത് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് സ്ക്വയർ റബിൾ മേസൺറി. സ്ക്വയർ റബിൾ മേസൺറി എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു സ്റ്റോൺസിൽ റബിൾ മേസൺറി എന്ന് പറയുന്നത് നമ്മൾ പ്രത്യേകമായിട്ട് ഷേപ്പ് ഒന്നും ചെയ്യുന്നില്ല അല്ലെ. അപ്പം ഇതിന്റെ തന്നെ കുറച്ചും കൂടെ നല്ല തരത്തിലുള്ള സ്റ്റോൺസ് ആണ് കിട്ടുന്നത്. ചെറിയ രീതിയിൽ നമ്മളൊരു ഷേപ്പിംഗ് അല്ലെങ്കിൽ അതിനെ ഒന്ന് നമ്മൾ കട്ടൊക്കെ ചെയ്ത് എടുക്കുവാണെങ്കിൽ അതിനെയാണ് നമ്മൾ സ്ക്വയർ റബിൾ മേസൺറി എന്ന് പറയുന്നത്. സ്റ്റോൺസ് ആർ മെയ്ഡ് റഫ്ലി സ്ക്വയർ ഷേപ്പ് ആൻഡ് ഇസ് യൂസ്ഡ് ഇൻ കൺസ്ട്രക്ഷൻ. ദി ഫേസിംഗ് സ്റ്റോൺസ് ആർ പ്രൊവൈഡ് ഹാമർ ഡസ്റ്റ് ഫിനിഷ്. അതായത് ഫേസിംഗ് സ്റ്റോൺ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ കാണുന്ന ആ ഒരു ഭാഗം, ഒരു ഭിത്തിയുടെ നമ്മൾ കാണുന്ന ആ ഒരു ഭാഗത്തിലാണ് നമ്മൾ ഫേസിംഗ് ഭാഗം എന്ന് പറയുന്നത്. അപ്പം ആ ഒരു സ്റ്റോൺ ഇങ്ങനെ വല്ലാണ്ട് വൃത്തികേടായിട്ട് ഇരിക്കുന്നതിന് പകരം ആ ഒരു ഭാഗത്ത് ഉപയോഗിക്കുന്ന സ്റ്റോൺസ് നമ്മളൊന്ന് കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്താണ് നമ്മൾ ഉപയോഗിക്കുന്നത് എങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്ക്വയർ റബിൾ മേസൺറി എന്ന് പറയുന്നത്. ഓക്കെ, ലാർജർ സ്റ്റോൺസ് ആർ യൂസ്ഡ് ആസ് കോയിൻസ്, ചിപ്സ് ആർ നോട്ട് യൂസ്ഡ് ഇൻ ദി ബെഡിങ്. ജസ്റ്റ് കേൾക്കാം, ബെഡിങ് സ്റ്റോൺ ആയിട്ട് അവിടെ നമ്മൾ ചെറിയ കല്ലുകൾ ഉപയോഗിക്കുന്ന, കോയിൻ വെക്കിൽ നമ്മൾ ഈ കേസിൽ നമ്മൾ ഉപയോഗിക്കുന്നതായിരിക്കും ലാർജർ സ്റ്റോൺസ് ആയിരിക്കും. കോയിൻ എന്ന് പറയുമ്പോൾ ആ കോർണറിലെ ലേ ചെയ്യുന്ന മേസൺറി യൂണിറ്റ്സിനാണ് നമ്മൾ കോയിൻ എന്ന് പറയുന്നത്, QUOIN. ഓക്കെ, അത് നമ്മൾ അതായത് ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ശരിക്കും വരിക, നമുക്ക് ഈ പാർട്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ബ്രിക്ക് മേസൺറി പഠിക്കാൻ നേരത്തെ പഠിക്കാം. നമുക്ക് ഇവിടെ നിന്ന് ഈ ടൈപ്സും അതിന്റെ ആ ഡെഫിനേഷനും കാര്യങ്ങളും നിങ്ങൾ പഠിച്ചാൽ മതി, നമുക്ക് അതേ ഡീറ്റെയിൽ ആയിട്ട് വരുള്ളൂ. ഓക്കെ, അപ്പൊ ആ കോർണർ ആയിട്ട് നമ്മൾ കൊടുക്കുന്ന സ്റ്റോൺസ് കുറച്ചും കൂടെ ഹെവി അല്ലെങ്കിൽ കുറച്ചും കൂടെ വലിയ സ്റ്റോൺസ് ആയിരിക്കും അവിടെ ഉപയോഗിക്കുന്നത്. ഓക്കെ, അടുത്തിലേക്ക് പോവാണ്. അടുത്ത ഞാൻ പറഞ്ഞത് പോളിഗണൽ റബിൾ മേസൺറി. ഇവിടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാം, നമ്മൾ ആ കോർണേഴ്സിലായിട്ട് കൊടുക്കുമ്പോഴത്തേക്കും അവിടെ കുറച്ചും കൂടെ വലിയ സ്റ്റോൺസ് അല്ലേ ഉപയോഗിക്കുന്നത്, കുറച്ചും കൂടെ ലാർജ് സ്റ്റോൺസ് ഉപയോഗിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്, ആ ഒരു ഭാഗത്ത് കുറച്ചും കൂടെ സ്റ്റെബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ പോളിഗണൽ റബിൾ മേസൺറി എന്ന് പറയുമ്പോഴത്തേക്കും സ്റ്റോൺസ് ഫോർ മേസൺറി ആർ റഫ്ലി ഷേപ്ഡ് ഇൻടു ഇറഗുലർ പോളിഗൺസ്. കുറച്ചും കൂടെ ഷേപ്പിൽ നമ്മൾ ഈ സാധനം കട്ട് ചെയ്ത് ഉപയോഗിക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ പോളിഗണൽ റബിൾ മേസൺറി എന്ന് പറയുന്നത്. ദി സ്റ്റോൺസ് ആർ ദെൻ അറേഞ്ച്ഡ് ഇൻ സച്ച് എ വേ ദാറ്റ് അവോയ്ഡ്സ് വെർട്ടിക്കൽ ജോയിന്റ്സ് ഇൻ ദി ഫേസ് വർക്ക്. അതായത് രണ്ട് നിര തമ്മിൽ ഒരിക്കലും വെർട്ടിക്കൽ ജോയിന്റ് വരാൻ പാടില്ല. അതും ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ബ്രിക്ക് മേസൺറി എടുക്കാൻ നേരത്തെ ഞാൻ വൃത്തിക്ക് കാണിച്ചു തരാം. രണ്ട് വെർട്ടിക്കൽ ജോയിന്റ് വന്നാലുള്ള പ്രശ്നം എന്താണ്, അത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം ഈ ഒരു കേസിൽ നിങ്ങൾ ഓർത്തിരിക്കുക, വെർട്ടിക്കൽ ജോയിന്റ് നമ്മൾ പരമാവധി ഈ പോളിഗണൽ റബിൾ മേസൺറിന്റെ കേസിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒഴിവാക്കണം. ഓക്കെ, ഇതിനകത്ത് രണ്ടെണ്ണം കാണാം. അതിനകത്ത് ആ ജോയിന്റ് എന്ന് പറയുന്നത് വളരെ ഫൈൻ ആണെങ്കിൽ നമ്മൾ അതിനൊരു സുപ്പീരിയർ ക്വാളിറ്റി പോളിഗണൽ റബിൾ മേസൺറി എന്ന് പറയും. അതേസമയം നമുക്ക് വരുന്ന ആ ഒരു ജോയിന്റ്സ്, രണ്ട് സ്റ്റോൺസും തമ്മിൽ വരുന്ന ജോയിന്റ് കുറച്ചും കൂടെ വൈഡ് ആണ് അല്ലെങ്കിൽ വലിയ ജോയിന്റ്സ് ആണ് വരുന്നതെങ്കിൽ അതിനെ നമുക്ക് ഒരു ഇൻഫീരിയർ വർക്ക് ആയിരിക്കും. ഓക്കെ, പരമാവധി ജോയിന്റ്സ് മിനിമം ആവുന്നതായിരിക്കണം നല്ലത് അല്ലെ, കാരണം ആ ഭാഗമല്ലേ വീക്ക് ആയിട്ട് തന്നെ ഇരിക്കുക. അപ്പം അതിന്റെ ജോയിന്റിന്റെ സൈസ് അനുസരിച്ച് നമുക്ക് വീക്ക് സ്റ്റോണും ലാർജ് സ്റ്റോണും നമുക്ക് പറയാം. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് ഇത്രയും കാര്യങ്ങളൊന്ന് ഓർക്കുക. അപ്പൊ നമുക്ക് ഏതായി, റബിൾ മേസൺറി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അല്ല ഒരാളും കൂടി ഉണ്ട്, ഫ്ലിന്റ് റബിൾ. ഞാൻ പറഞ്ഞത് കല്ല് പതിപ്പിക്കുന്നത് അല്ലേ, ഫ്ലിന്റ് റബിൾ മേസൺറി. ഓക്കെ, നിങ്ങൾ ആ ചിത്രം ഒന്ന് കണ്ടാൽ നമുക്ക് ഓർക്കാൻ പറ്റും, അതൊന്ന് മനസ്സിലാക്കിയാൽ മതി കേട്ടോ, എളുപ്പമാണ്. ഇൻ ഏരിയാസ് വെയർ ഇറ്റ് ഈസ് അവൈലബിൾ പ്ലെന്റി, അതായത് നമുക്ക് ഈ ഫ്ലിന്റ് ആണ്, FLINT സ്പെല്ലിംഗ് മാറിയിട്ടുണ്ട്, വെയർ ഫ്ലിന്റ് ഇസ് അവൈലബിൾ ഇൻ പ്ലെന്റി ആൻഡ് ഫ്ലിന്റ് റബിൾ മേസൺറി ഇസ് എംപ്ലോയിഡ്. അതായത് ഇങ്ങനത്തെ കല്ലുകൾ നമുക്ക് ഈ ഉരുളൻ കല്ലുകളൊക്കെ ഒരുപാട് അവൈലബിൾ ആണെങ്കിൽ നമുക്ക് ഫ്ലിന്റ് റബിൾ മേസൺറി നമുക്ക് ഉപയോഗിക്കാം. ഫ്ലിന്റ്സ് ആർ ഇറഗുലർലി ഷേപ്ഡ് നോഡ്യൂൾസ് ഓഫ് സിലിക്ക. ഫ്ലിന്റ് എന്താണെന്നാണ് പറയുന്നത്, നമുക്ക് ഈ ഉരുളൻ കല്ലുകൾ പോലെ നമുക്ക് കിട്ടുന്ന ഒരു നോഡ്യൂൾസ് ഓഫ് സിലിക്കനാണ് നമ്മൾ ഫ്ലിന്റ് എന്ന് പറയുന്നത്. ദേ ആർ എക്സ്ട്രീംലി ഹാർഡ് ബട്ട് ബ്രിട്ടിൽ ഇൻ നേച്ചർ. അത് ഹാർഡാണ്, പക്ഷെ ഒരു നല്ലൊരു തരത്തിലുള്ള ലോഡ് വന്നാൽ അത് പെട്ടെന്ന് പൊട്ടിപ്പോകാനും ഒരു ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പം ഫ്ലിന്റ് റബിൾ മേസൺറി നമ്മൾ കൂടുതലും ഒരു കാഴ്ചക്ക് ഒരു ഇച്ചിരി ഗുമ്മൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നതാണ്. എസ്തെറ്റിക് ബ്യൂട്ടി എന്ന് പറയും, എസ്തെറ്റിക് ബ്യൂട്ടി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് ഫ്ലിന്റ് റബിൾ മേസൺറി. ഓക്കെ, ഒരു അലങ്കോല പരിപാടികൾ മനസ്സിലാവുമല്ലോ. അപ്പൊ നമ്മൾ റബിൾ മേസൺറിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് പറഞ്ഞത്. അപ്പൊ നിങ്ങൾ എക്സാമിന് ഈ ഒരു ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ അതിന്റെ ബ്രീഫായിട്ട് അതിന്റെ ഡെഫിനേഷൻ എഴുതണം, അതിന് കൂടെ തന്നെ അതിന്റെ ഒരു ഫിഗറും കാണിക്കണം. കാരണം നമുക്ക് ഒരു കാര്യം നമ്മൾ എഴുതുന്നതിനേക്കാളും കൂടുതൽ മനോഹരമാവുക അത് നമ്മളൊരു ചിത്രം വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴാണ്. ഇപ്പൊ കോഴ്സ് റബിൾ മേസൺറി ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അൺകോഴ്സ് നമുക്ക് വെറുതെ പോളിഗൺ ആയിട്ട് ഇങ്ങനെ തന്നെ വരയ്ക്കുക. കോഴ്സ് റബർ എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്, ഒരു പ്രത്യേക ലെവലെത്തി കഴിയുമ്പോഴത്തേക്കും അതിന്റെ ഒരു വേർതിരിവ് വരുന്ന രീതിയിൽ കാണിക്കുക. റാൻഡം എന്ന് പറയുമ്പോഴത്തേക്കും ഇതേപോലെ പ്രത്യേകമായിട്ട് ഓർഡർ ഒന്നുമില്ല. അപ്പം അതിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് എഴുതി വെക്കുക. പോളിഗണൽ റബിൾ മേസൺറി, സ്ക്വയർ റബിൾ മേസൺറി,
ഫ്ലിന്റ് റബിൾ മേസൺറി എഴുതാലോ അല്ലെ. അപ്പൊ അത്രയും സിമ്പിൾ ആണ്. ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് കേട്ടോ ഇപ്പൊ പറഞ്ഞേക്കുന്നത്. അടുത്തതിലേക്ക് പോവാം, അഷ്ലാറിലേക്ക് പോവാം. അപ്പൊ റബിൾ മേസൺറി അതിന്റെ ക്ലാസിഫിക്കേഷൻ പറഞ്ഞു. അഷ്ലാർ എന്ന് പറയുമ്പോൾ എന്താണ്, അതിനെ നമ്മൾ കുറച്ചും കൂടെ ക്വാളിറ്റി സ്റ്റോൺസ് ആണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ കുറച്ചും കൂടെ ഒക്കെ ഒന്ന് ഡ്രസ്സൊക്കെ ചെയ്ത് മനോഹരമാക്കിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ അതിനാണ് അഷ്ലാർ മേസൺറി എന്ന് പറയുന്നത് അല്ലെ. അപ്പോ തുടങ്ങാം. ഇവിടെ തിക്നെസ് കൂടെ പറയുന്നുണ്ട്. The thickness of stone varies from 8 to 15 centimeter. Length varies from 15 to 30 centimeter. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് ഒരു കാര്യം കൂടെ പറയാൻ പറ്റുപോയി. നമ്മൾ ഏതാണ് റബിൾ മേസൺറി അല്ലെ, ഡ്രൈ റബിൾ മേസൺറി. ഞാൻ പറഞ്ഞായിരുന്നു നമ്മൾ എന്താണ് അതിനകത്ത് മോർട്ടാർ ഉപയോഗിക്കുന്നില്ല എങ്കിൽ അതിനെയാണ് നമ്മൾ ഡ്രൈ റബിൾ മേസൺറി എന്ന് പറയുന്നത്. ഞാൻ വിട്ടെങ്കിൽ നിങ്ങൾ വിട്ടരുത് കേട്ടോ. ഓക്കെ ഓക്കെ, the rubble masonry construction performed without the use of mortar. Okay, these are these are the rubble masonry construction without using the mortar. Small pieces are filled. അതായത് നമ്മൾ ആ ഗ്യാപ്പ് ഒക്കെ ചെറിയ സ്റ്റോൺസ് വെച്ചാണ് ഫില്ല് ചെയ്യുമെങ്കിൽ അതാണ് റബിൾ മേസൺറി. നിങ്ങൾക്ക് കുറച്ചും കൂടെ അത് മനസ്സിലാക്കാൻ പറ്റും, കാരണം നമ്മളത് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ കണ്ട ഒരു കേസാണ്. അപ്പം ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ പിച്ചിങ് ദി എർത്തൺ ഡാംസ് ആൻഡ് കനാൽ സ്ലോപ്സ്. പിച്ചിങ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ആ ഒരു ഭാഗത്ത് എറോഷനൊക്കെ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ആ ഒരു ഭാഗത്ത് പതിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മേസൺറി ഉപയോഗിക്കുന്നത്. ഇപ്പൊ റീറ്റെയിനിങ് വാളിന്റെ ഒക്കെ കേസിൽ നമ്മളിത് ചില കേസിൽ നമ്മൾ ഉപയോഗിക്കാറുണ്ട്, ഒരുപാട് ലാറ്ററൽ ലോഡ്സ് ഒന്നും വരാത്ത കേസ്. അപ്പം അതോടെ നമ്മൾ റബിൾ മേസൺറി നമ്മൾ തീർത്തിട്ടുണ്ട്. അപ്പം റബിൾ മേസൺറിന്റെ കൂടെ ഡ്രൈ റബിൾ മേസൺറി കൂടെ ഉണ്ട്, അതും കൂടെ ഒന്ന് ഓർത്തണം കേട്ടോ. അടുത്തത് അഷ്ലാർ മേസൺറി. തുടങ്ങാം. നേരത്തെ നമ്മൾ ഒന്നുകൂടെ തുടങ്ങാന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ഓക്കെ പറഞ്ഞു അല്ലെ. അഷ്ലാർ മേസൺറി ആദ്യം തന്നെ എന്താണ് റാൻഡമും അഷ്ലാറും തമ്മിലുള്ള വ്യത്യാസം. അപ്പം ഇവിടെ എന്താണ്, യൂസിങ് അക്യുറേറ്റ്ലി ഡ്രസ്ഡ് സ്റ്റോൺസ് ഓഫ് യൂണിഫോം ആൻഡ് ഫൈൻ ജോയിന്റ്സ്. കുറച്ചും കൂടെ ഫൈൻ ആയിട്ടുള്ള ജോയിന്റ്സ്, കുറേ കൂടെ തിൻ ആയിട്ടുള്ള ജോയിന്റ്സ് ആണ് ഈ ഒരു കേസിൽ വരിക. ദി തിക്നെസ് ഓഫ് ദി ജോയിന്റ്സ് റേഞ്ചസ് അബൌട്ട് 3 mm which is arranged in various patterns. അതിന്റെ തിക്നെസിന്റെ വണ്ണം എന്ന് പറയുന്നത് 3 mm വരെയൊക്കെ വരുള്ളൂ. ഞാൻ പറഞ്ഞത് കുറച്ചും കൂടെ ഫൈനർ ആയിട്ടുള്ള ജോയിന്റ്സ് ആണ് അഷ്ലാർ വരുന്നത്, കാരണം നമ്മൾ അവിടെ ഉപയോഗിക്കുന്ന കുറച്ചും കൂടെ വെൽ ടെസ്റ്റഡ് ആയിട്ടുള്ള സ്റ്റോൺസ് അല്ലേ. അടുത്തത് ദി സൈസ് ഓഫ് സ്റ്റോൺ ബോക്സ് ഷുഡ് ബി പ്രപ്പോർഷൻ വിത്ത് ദി തിക്നെസ് ഓഫ് ദി വാൾ. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു ഭിത്തിയുടെ കനം പോലെ ഇരിക്കണം ആ ഒരു ഉപയോഗിക്കുന്ന സ്റ്റോണിന്റെ കനവും. നേരത്തെ കേസിൽ നമ്മൾ അങ്ങനത്തെ ക്രൈറ്റീരിയ ഒന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് സ്റ്റോണിന്റെ കനം എത്രയാണോ ഏതാണ്ട് ആ ഒരു രീതിയിലായിരുന്നു അവിടെ നമ്മൾ റബിൾ മേസൺറി ചെയ്തത്. പക്ഷെ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റോൺ എന്ന് പറയുന്നത് ഭിത്തിയുടെ കനത്തിനേക്കാളും കൂടിയാൽ എന്ത് സംഭവിക്കും, ആ ഒരു ഭാഗത്ത് അത് പുറത്തേക്ക് ഇങ്ങനെ പ്രൊജക്ട് ചെയ്ത് നിൽക്കൂലേ, അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റോണിന്റെ സൈസ്. ഓക്കെ, അടുത്തത് അതിന്റെ ആദ്യത്തെ ടൈപ്പാണ് അഷ്ലാർ ഫൈൻ മേസൺറി. അഷ്ലാറിൽ തന്നെ ഏറ്റവും നല്ല രീതിയിൽ ചെയ്യുന്നതാണ് അഷ്ലാർ ഫൈൻ മേസൺറി. അതായത് ഏറ്റവും സുപ്പീരിയർ ക്വാളിറ്റി സ്റ്റോൺ മേസൺറി എന്ന് പറയുന്നത് അഷ്ലാർ ഫൈൻ മേസൺറി ആയിരിക്കും. ഈച്ച് സ്റ്റോൺ ഈസ് കട്ട് ഇൻ യൂണിഫോം സൈസ് ആൻഡ് ഷേപ്പ്, ഓൾമോസ്റ്റ് റെക്ടാങ്കുലർ ഇൻ ഷേപ്പ്. നല്ല രീതിയിൽ തന്നെ നല്ല കട്ട് ചെയ്ത് ഫൈൻ ആയിട്ട് തന്നെ അതിന്റെ ജോയിന്റ്സ് കീപ്പ് ചെയ്യുന്നതാണ് അഷ്ലാർ ഫൈൻ മേസൺറി. The shape hence provided perfectly horizontal and vertical joints with adjacent stones. അതായത് വെർട്ടിക്കൽ ആയിട്ടും ഹൊറിസോണ്ടൽ ആയിട്ടും വളരെ ഫൈൻ ആയിട്ടോ അല്ലെങ്കിൽ ഓർഡർ ആയിട്ടുള്ള ഒരു അറേഞ്ച്മെന്റ് ആയിരിക്കും അവിടെ തന്നിട്ടുണ്ടാവുക രണ്ട് സ്റ്റോൺസ് തമ്മിൽ. അപ്പം ഹൊറിസോണ്ടൽ ആയിട്ടും വെർട്ടിക്കൽ ആയിട്ടും നമുക്ക് ആ ഒരു അറേഞ്ച്മെന്റ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ആൻഡ് അഷ്ലാർ മേസൺറി കൺസ്ട്രക്ഷൻ ഈസ് വെരി കോസ്റ്റ്ലി. അപ്പം ഞാൻ പറഞ്ഞായിരുന്നു ഏറ്റവും സുപ്പീരിയർ ക്വാളിറ്റി ആണ്, നല്ല രീതിയിൽ ഇതിന്റെ സ്റ്റോൺ ഡ്രസ് ചെയ്യാനുണ്ട്, വെർട്ടിക്കൽ ജോയിന്റ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുമ്പോൾ എല്ലാ ഭാഗവും ഡ്രസ്സൊക്കെ ചെയ്ത് കുറച്ചും കൂടെ എക്സ്പെൻസീവ് ആയിരിക്കും ഈ ഒരു വർക്ക്. ഓക്കെ, എക്സ്പെൻസീവ് എന്ന് പറയുമ്പോഴത്തേക്കും അത് കുറച്ചും കൂടെ കാശ് ചെലവുള്ള ഒരു വർക്കാണ് അല്ലെ. അടുത്തത് അഷ്ലാർ റഫ് ടൂട്ട്. ഇപ്പൊ നിങ്ങൾക്ക് കാണാം ഏതാണ്ട് നമ്മൾ റെക്ടാങ്കുലർ ഷേപ്പ് ആക്കിയിട്ടുണ്ട്, പക്ഷെ എന്താണ് ആ ഒരു പ്രൊജക്ടിങ് ഭാഗം അല്ലെങ്കിൽ ആ ഒരു ഫേസിങ് ഏരിയ നമ്മൾ അധികം മിനുക്കാനൊന്നും പോയിട്ടില്ല. അതിനാണ് നമ്മൾ അഷ്ലാർ റഫ് മേസൺറി എന്ന് പറയുന്നത്. This type of stones has sides are finely chisel dressed. അതായത് ഇതിന്റെ സൈഡ്സ് എന്താണ് നമ്മൾ ചിസൽ അല്ലെങ്കിൽ ഈ ഒരു ടൂൾ ഉപയോഗിച്ച് നമ്മൾ ഡ്രസ് ചെയ്യുന്നുണ്ട്. പക്ഷെ എല്ലാ ഭാഗവും ദി ഫേസ് ഓഫ് ദി സ്റ്റോൺസ് ഇസ് മെയ്ഡ് റഫ് ബൈ മീൻസ് ഓഫ് ടൂൾസ്. അതായത് ആ ഒരു ഫേസിങ് ഭാഗം അല്ലെങ്കിൽ നമ്മൾ ആ കാണുന്ന ആ ഒരു ഭാഗം റഫായിട്ട് തന്നെ അത് കീപ്പ് ചെയ്യുവാണ്. അത് നമുക്ക് ഒന്നെങ്കിൽ അങ്ങനെ തന്നെ വെക്കാം, അല്ലെങ്കിൽ നമ്മൾ ടൂൾസ് ഉപയോഗിച്ച് ഈ ഒരു ഭാഗം പരുക്കനായിട്ട് കീപ്പ് ചെയ്യും. Around the perimeter of the rough dressed face each stone a strip of 25 mm width is provided. അതായത് ഓരോ സ്റ്റോണിന്റെയും വിഡ്ത്ത് സ്ട്രിപ്പ് എന്ന് പറയുന്ന കോഴ്സ് പോലെ തന്നെ നമ്മൾ എന്താണ് 25 mm വിഡ്ത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്ന ഓരോ സ്ട്രിപ്പായിട്ട് നമ്മൾ കീപ്പ് ചെയ്യാറുണ്ട്. ഓക്കെ, ആ 3 പോയിന്റുകൾ
ജസ്റ്റ് റഫ് ടൂൾഡ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ സൈഡ്സ് ഒക്കെ നമ്മൾ സ്മൂത്തൻ ചെയ്ത് അല്ലെങ്കിൽ ആ ഒരു ഭാഗമൊക്കെ നമ്മൾ ഏതാണ്ട് ഷേപ്പ് ചെയ്യും. പക്ഷെ ആ ഒരു പ്രൊജക്റ്റിംഗ് ഭാഗം നമ്മൾ എന്ത് ചെയ്യണം, പരിക്കനായിട്ട് തന്നെ കീപ്പ് ചെയ്യുകയാണ്. അടുത്തത് റോക്ക് ആൻഡ് ക്വാറി ഫേസ് മേസൺറി. അഷ്ലാർ തന്നെ റോക്ക് ആൻഡ് ക്വാറി എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിനകത്തൊരു മിനിമം പണി എടുക്കുന്നുണ്ട്. പക്ഷെ ഇത് ക്വാറിയിൽ നിന്ന് ലഭിച്ച അതേപോലെ തന്നെ ആയിരിക്കും അതിന്റെ ഫേസിംഗ് സൈഡ് വരും. ദിസ് മേസൺറി ടൈപ്പ് ഹാസ് എ 25 mm wide strip made of chisel placed around the perimeter of each stone. അതായത് ഓരോ സ്റ്റോണിന്റെയും ഒരു 25 mm വിഡ്ത്ത് എത്തുമ്പോഴത്തേക്കും നമ്മൾ അതൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത്, അതായത് ഇപ്പം എന്താണ് റാൻഡം റബ്ബർ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇത് കുറച്ചും കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ പണിയെടുക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അതിനകത്ത് തന്നെ അധികം എഫേർട്ട് ഒന്നും ഇല്ലാണ്ട് ഒരു മിനിമം രീതിയിൽ വൃത്തികിടക്കുന്ന ഏതാണ്ട് ഒഴിവാക്കി നമ്മൾ ഉപയോഗിക്കുന്നതാണ് റോക്ക് ആൻഡ് ക്വാറി ഫേസ്ഡ് ashlar masonry. The remaining portion of the face is left in the same portion as received. അതായത് ബാക്കി എല്ലാ ഭാഗങ്ങളും നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു ഏത് രീതിയിലാണോ ലഭിച്ചത് അതേപോലെ തന്നെ വെക്കും. അതായത് നമുക്ക് ആ ഒരു ഷേപ്പ് നമ്മൾ ഏതാണ്ട് ആക്കുന്നുണ്ട്, പക്ഷെ ബാക്കി ഭാഗങ്ങളൊക്കെ തന്നെ നമുക്ക് എന്താണ്, അതായത് ജസ്റ്റ് നമുക്കൊരു ലെയർ ആയിട്ട് തന്നെ അല്ലെങ്കിൽ ആ ഒരു ജോയിന്റ് ഒക്കെ മിനിമം ആയിട്ട് കീപ്പ് ചെയ്യണം. പക്ഷെ അധികം വർക്കൊന്നും ഇല്ലാണ്ട് തന്നെ ബാക്കി എല്ലാ ഭാഗങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നു, എവിടെ അതായത് കോറിയിൽ നിന്ന് ലഭിച്ച് അതേപോലെ തന്നെ നമ്മൾ കീപ്പ് ചെയ്യുന്നു. ഓക്കെ, ഒരു 1-2 പോയിന്റ്സ് ഒന്ന് ഓർത്താൽ മതി. പേരുകൾ ഓർക്കുക, അതിന്റെ കൂടെ ചിത്രം ഓർക്കുക, ഒരു 1-2 പോയിന്റ്സ് അതിനെ തമ്മിൽ വേർതിരിക്കുന്ന രീതിയിൽ. ഓക്കെ, കത്തിയാണ് പക്ഷെ ഇത് പറയണല്ലോ. കുഴപ്പമില്ലാന്ന് തോന്നുന്നു. എന്തേലും ഭാഗം പറയണേ നിങ്ങൾക്ക് പറയാം കേട്ടോ. ഇനി അടുത്ത് റോക്ക് ആൻഡ് ക്വാറി ഫേസ്റ്റ് പറഞ്ഞു. ഏറ്റവും അവസാനം അഷ്ലാർ ബ്ലോക്കിംഗ് കോഴ്സ്. അതായത് ഈ ഒരു സ്റ്റോൺ അല്ലെങ്കിൽ ഈ ഒരു മേസൺറി എന്ന് വെച്ചാൽ നമ്മൾ റാൻഡം റബിളിന്റെ എടുക്കുന്നുണ്ട്, അഷ്ലാറിന്റെയും കൂടെ ഒരു കോമ്പിനേഷൻ ആണ്. രണ്ടിന്റെയും ഗുണവും ദോഷവും എടുത്തിട്ടാണ് നമ്മൾ ഇതിനകത്ത് ചെയ്യുന്നത്. രണ്ടിന്റെയും ഗുണം, അതായത് അഷ്ലാർ എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്, സൈഡൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് കുറച്ചും കൂടെ ഒക്കെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ട് കാണുമ്പോൾ കുറച്ചും കൂടെ പ്ലീസിങ് ആയിരിക്കും അഷ്ലാർ. പക്ഷെ മറ്റേതെന്ന് പറയുമ്പോഴത്തേക്കും ആ സ്റ്റോൺസിന്റെ അധികം പ്രോപ്പർട്ടി ഒന്നും നഷ്ടപ്പെടാണ്ട് വലിയ സ്റ്റോൺസ് ഒക്കെ ഉപയോഗിച്ച്, അപ്പം അത് കുറച്ചും കൂടെ എന്തായിരിക്കും, സ്ട്രോങ് ആയിരിക്കും അല്ലെ. അപ്പൊ ഈ രണ്ട് പ്രോപ്പർട്ടിന്റെ ഒരു കോമ്പിനേഷൻ ആണ് അഷ്ലാർ ബ്ലോക്ക് ഇൻ കോഴ്സ് മേസൺറി. ദിസ് ടൈപ്പ് ഓഫ് കോമ്പിനേഷൻ ഓഫ് അഷ്ലാർ ആൻഡ് റബിൾ മേസൺറി. ഈച്ച് ഫേസ് വർക്ക് ഓഫ് ദി മേസൺറി സ്റ്റോൺ ഇസ് either റഫ് ടൂൾഡ് ഓർ ഹാമർ ഡ്രസ്. അതായത് അഷ്ലാറിന്റെ പ്രോപ്പർട്ടിയാണ് ആ കാഴ്ചപ്പുറം, അതായത് ഫേസിംഗ് സ്റ്റോൺസ് ഒക്കെ നമ്മൾ അത്യാവശ്യം ഡ്രസ് ചെയ്തൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ദി ബാക്കിംഗ് ഓഫ് ദി വാൾ ഇസ് ഡൺ ഇൻ റബിൾ മേസൺറി. അതിന്റെ ബാക്കിലെ ഭാഗങ്ങൾ, അതായത് ആ ഒരു സ്ട്രെങ്ത് ആലോചിച്ചിട്ട് നമ്മൾ പുറം ഭാഗത്ത് ഒരു എന്താണ് കുറച്ചും കൂടെ ഡ്രസ്സൊക്കെ ചെയ്ത് കുറച്ചും കൂടെ വൃത്തിയായിട്ടുള്ള കല്ലുകൾ ഉപയോഗിക്കുന്നു. ഉള്ളിലേക്ക് ആ മേസൺറിന്റെ ഉൾഭാഗം എന്ന് പറയുന്നത് ബൾക്കി ആയിട്ടുള്ള സ്റ്റോൺസ് അല്ലെങ്കിൽ കുറച്ചും കൂടെ വലിയ സ്റ്റോൺസ് ഒക്കെ ഉപയോഗിച്ച് അത് കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ട് നിൽക്കൂലേ, അതിന് വേണ്ടിയിട്ട്. ബാക്കിംഗ് മെറ്റീരിയൽ റബിളും ഫേസിംഗ് മെറ്റീരിയൽ അഷ്ലാറുമായിട്ട് നിൽക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ അഷ്ലാർ ബ്ലോക്ക് ഇൻ കോഴ്സ് മേസൺറി എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഓക്കെ, അടുത്തത് അഷ്ലാർ ചാംഫേർഡ്. അഷ്ലാർ ചാംഫേർഡ് എന്ന് ഉദ്ദേശിക്കുന്നത് അഷ്ലാർ തന്നെ നമ്മൾ ആ ജോയിന്റിന്റെ ഭാഗം എത്തുമ്പോഴത്തേക്കും നമ്മൾ ചെറുതായിട്ടൊന്ന് മോൾഡ് ചെയ്ത് കുറച്ച് ഭാഗം ഉള്ളിലേക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് കയറ്റി വെക്കും. ഓക്കെ, നിങ്ങൾക്ക് ഈ ചിത്രം കാണാം. അതുപോലെ നമ്മൾ അവിടെ നിന്ന് ചാംഫർ ചെയ്ത് ഉപയോഗിക്കുകയാണെങ്കിൽ അതിനാണ് നമ്മൾ അഷ്ലാർ ചാംഫേർഡ് മേസൺറി എന്ന് പറയുന്നത്. അതിനാണ് ചാംഫറിങ് എന്ന് പറയും. അപ്പം അതിന്റെ എലിവേഷൻ ആണ് ഇവിടെ കാണുന്നത്. നമ്മൾ നോർമലി ഇപ്പം ഒരു കല്ലിന്റെ ഒക്കെ ആ ഒരു ജോയിന്റിന്റെ ഭാഗത്ത് നമ്മൾ ഉള്ളിലേക്ക് ചെറുതായിട്ടൊരു കട്ടിങ് കൊടുക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ചാംഫറിങ് എന്ന് പറയുന്നത്. അങ്ങനെ ചാംഫേർഡ് സ്റ്റോൺസ് ഉപയോഗിച്ച് നമ്മൾ ചെയ്യുവാണെങ്കിൽ അതിനാണ് നമ്മൾ അഷ്ലാർ ചാംഫേർഡ് മേസൺറി എന്ന് പറയുന്നത്. പ്രൊവൈഡഡ് ആർ ഷോൺ ഇൻ ദി ഫിഗർ. ഇതേപോലെ ആയിരിക്കും നമ്മൾ കല്ലുകൾ കൊടുത്തിട്ടുണ്ടാവുക. ബോത്ത് ദി സൈഡ്സ് ആർ ചാംഫേർഡ് ഓർ ബിവെൽഡ് അറ്റ് ആൻ ആംഗിൾ ഓഫ് 45 degrees ബൈ മീൻസ് ഓഫ് ചിസൽ ആർ ഡെപ്ത് 25 mm. അതായത് ഉള്ളിലേക്ക് ഒരു 25 mm 2.5 സെന്റിമീറ്റർ ഉള്ളിലേക്ക് ഇങ്ങനെ ഒരു ചെറിയ ഒരു കട്ടിങ് അല്ലെങ്കിൽ ചെറുതായിട്ടൊരു മോൾഡിങ് പോലെ കൊടുത്ത് നമ്മൾ അതുകൊണ്ടാണ് കുറച്ചും കൂടെ ഒരു കാഴ്ചക്ക് കുറച്ചും കൂടി മനോഹരമായിട്ട് കാണാൻ വേണ്ടി മാത്രം നമ്മൾ കൊടുക്കുന്ന ഒരു അറേഞ്ച്മെന്റ് ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നോക്കാനുള്ളത്. അപ്പോൾ ഓർത്തുള്ള രണ്ട് രീതിയിലുള്ള ക്ലാസിഫിക്കേഷൻ പഠിച്ചു. സ്റ്റോൺ മേസൺറിന്റെ റബിളും അഷ്ലാറും. റബിളിന്റെ ഒരു എന്താണ് റാൻഡം റബിൾ, പിന്നെ പറ റാൻഡം റബിൾ, കോസ്റ്റ് റാൻഡം റബിൾ, അൺകോസ്റ്റ് റാൻഡം റബിൾ, ഡ്രൈ റബിൾ, പോളിഗണൽ, പിന്നെ ഉണ്ടല്ലോ സ്ക്വയർ. ഓക്കെ, ഇത്രയും കേസസ് ആണ് നമ്മൾ എന്തിൽ പഠിച്ചത്, റബിൾ മേസൺറിന്റെ ക്ലാസിഫിക്കേഷൻ ആയിട്ട് പഠിച്ചത്. ഇതേപോലെ തന്നെ നമുക്ക് എന്തും കൂടി ഉണ്ട്, അഷ്ലാറും എന്തൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റോൺസിന്റെ ടൈപ്പ് അനുസരിച്ച് നമ്മൾ അതും കുറച്ച് ക്ലാസിഫിക്കേഷൻ പഠിച്ചു. അപ്പം ഇത്രയെണ്ണം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർക്കുക, പേരുകൾ ഓർക്കണം. അഷ്ലാർ ഫൈൻ മേസൺറി, അഷ്ലാർ ബ്ലോക്കിംഗ് കോഴ്സ്,
അഷ്ലാർ ചാംഫേർഡ്, അഷ്ലാർ റഫ് ടൂൾഡ്, അഷ്ലാർ റോക്ക് ഓർ കോറി ഫേസ്ഡ്. ഓക്കെ, ഇത്രയാണ് നമുക്കിന്ന് പറഞ്ഞത്. അപ്പം ക്ലാസിഫിക്കേഷൻ ഓഫ് സ്റ്റോൺ മേസൺറി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ്, നമുക്ക് ക്വസ്റ്റ്യൻ എന്തായാലും എക്സ്പെക്ട് ചെയ്യാം. അപ്പൊ ഇനി നമുക്ക് ഈ ഒരു കോഴ്സിൽ നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റോൺ അനുസരിച്ച് ഒരു 2-3 സ്പെഷ്യൽ ടൈപ്സ് ഉണ്ട്, അതും കൂടെ ഒന്ന് പറഞ്ഞുതരാം. അതിനുശേഷം നമുക്ക് അടുത്ത ദിവസം തൊട്ട് എന്തിലേക്ക് പോവാം? അടുത്ത ദിവസം തൊട്ട് നമുക്ക് ബ്രിക്ക് മേസൺറിയിലേക്ക് പോകാം. കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഭാഗങ്ങളാണ്. ഓക്കെ, അപ്പോ പഠിക്കാനുണ്ട്, പഠിക്കണം. തിയറി സബ്ജക്റ്റ് ആണ്, ഇങ്ങനെ എടുക്കാൻ പറ്റുള്ളൂ. കുറച്ച് ചിത്രങ്ങളൊക്കെ കാണുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കുറച്ചും കൂടെ ആ കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കാൻ പറ്റുമെന്ന് തന്നെ വിശ്വാസം. നിങ്ങൾക്ക് ഏതെങ്കിലും ഭാഗത്ത് മനസ്സിലാവേണ്ടൊക്കെ വരുന്നുണ്ട്, ചോദിക്കണം. എന്തെങ്കിലും മാറ്റം വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം. ഓക്കെ, പേഴ്സണൽ ആയിട്ട് പറഞ്ഞാൽ മതി, പബ്ലിക്കായിട്ട് മാറ്റിക്കണമെന്നില്ല. ഓക്കെ, അപ്പോ നിർത്താം. അപ്പൊ നമുക്ക് അടുത്ത ദിവസം കാണിക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.